അർജുൻ 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 അതാ അർജുൻ 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 എഴുന്നേക്ക് എഴുന്നേക്ക് സ്വാമിയേ ശരണമയ്യപ്പ. അർജുന അർജുന നീ ഓക്കെ അല്ലേ? ഇതെന്താ എത്ര വിളിച്ചിട്ട് പിന്നെ ഫോണിൽ കിട്ടുന്നില്ലല്ലോ? ഇതെന്താണ് ചെയ്യണത്? ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം എന്നറിയോ? ചിലപ്പോ ചാർജ് തീർന്നിട്ടുണ്ടാവും. ഇന്നലെ മുതൽ അവൻ വീടിന്റെ പുറത്തല്ലേ, അതാ. അങ്ങനെ ന്യായം അന്വേഷിക്കാനും പറയാനും നീ നിക്കണ്ട. ഇത് ചിലപ്പോഴേ അഞ്ജലി ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് നട തള്ളിയിട്ട് മുങ്ങിയതായിരിക്കും. നീ ഒന്ന് മിണ്ടായി ചേച്ചി, വായിൽ പറഞ്ഞൊന്ന് വിളിച്ചു പറയാതെ. എനിക്കറിയാത്ത ആളൊന്നുമല്ലല്ലോ അവൻ. എത്ര വർഷത്തെ ഫ്രണ്ട്ഷിപ്പാ. ഓ, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഏതായാലും ഈ നാടകം കളി തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചു ദിവസം ആയല്ലോ. എന്നാലും ഇതിനൊരു അവസാനം വേണം. ഞാനത്ര ഉദ്ദേശിച്ചുള്ളൂ. ചേച്ചി നീ ഒന്ന് പോയേ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ലേ. ഓ, ഞാനങ്ങ് പോയേക്കാം. പക്ഷേ സൂക്ഷിച്ച ദുഃഖിക്കണ്ട, അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും വന്ന് വല്ലതും കഴിച്ചിട്ട് അടുത്ത വഴി എന്താണെന്ന് അത് ആലോചിക്കും. ഓ ചെല്ലി. അമ്പാടി ചേച്ചി എന്താ പറഞ്ഞിട്ട് പോയത്? നാടകോ? എന്ത് നാടകം? ആര് നാടകം കളിക്കുന്നു? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, അത് പിന്നെ നിങ്ങളുടെ പ്രേമവും അതുമായിട്ട് ബന്ധപ്പെട്ട ഒളിച്ചുകളികളൊക്കെ ഇല്ലേ, അതാണ് അവൾ ഉദ്ദേശിച്ചത്. ചേച്ചി വരണമെന്ന് അഞ്ജലി കാര്യമായിട്ട് എടുക്കണ്ട. പത്മ കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്ന് അടി കിട്ടിയില്ലേ, അതിനുശേഷം അവളിങ്ങനെയാ. ഇനി എന്തെങ്കിലും എനിക്ക് വരുമോ എന്നുള്ളൊരു പേടി, അതാണ് കാരണം. അല്ലാതെ അഞ്ജലി ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അല്ല, നിങ്ങൾ ഇതുവരെ ആഹാരം കഴിച്ചില്ലേ? അതിരുന്ന് തണുത്തു പോകും. ഇന്നാണെങ്കിൽ നല്ല മഴക്കോളും ഉണ്ട്. ചിലപ്പോ കറണ്ടും പോകും. ഇങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞോണ്ട് നിൽക്കാതെ ചൂടാറും മുമ്പേ ആഹാരം കഴിക്കാൻ നോക്ക്. വാന്നേ, സമയം കളയണ്ട, വാ. അഞ്ജലി ചെന്ന് ആഹാരം കഴിക്കും. ചെല്ല്. ഇവിടെ എന്തോ ഒരു ചതി നടന്നിട്ടുണ്ടമ്പാടി. ചതിയാ? എന്ത് ചതി? ആര് ചതിച്ച്? അതറിയില്ല. എനിക്കെന്തോ ചതി പറ്റിയെന്നൊരു തോന്നല്. എന്റെ മനസ്സങ്ങനെ പറയോ? അങ്ങനൊന്നുമില്ല. അതൊക്കെ അഞ്ജലിയുടെ വെറും തോന്നലുകളാ. അല്ല അമ്പാടി, ഞാൻ എന്റെ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോ തന്നെ രാജീവിനോട് പറഞ്ഞതാ നമുക്ക് രാജീവിന്റെ വീട്ടിലേക്ക് പോവാന്ന്. പക്ഷെ എല്ലാം ശരിയാക്കാൻ ഇനിയും കുറച്ച് സമയം വേണം എന്നാ രാജീവ് പറഞ്ഞത്. മാത്രമല്ല, എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം തരാതെ രാജീവ് ഉരുണ്ട് കളിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അതാ ഞാൻ പറഞ്ഞത്, സംതിങ് ഇസ് റോങ് സംവേ.
ഞാൻ അറിയാത്ത എന്തൊക്കെയോ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. എന്തോ ഒരു രഹസ്യം, എനിക്കത് ഉറപ്പാ. ഏയ് ഒന്നുമില്ല, ഒരു രഹസ്യമില്ല. അവനിപ്പോ ഇങ്ങെത്തും. അന്നേരം അഞ്ജലി ആഹാരമൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ഇരിക്കാൻ നോക്ക്. ചെല്ലങ്ങോട്ട്. ഈശ്വര, മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അർജുനന് റെഡ് കാർഡ് കാണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇക്കണക്കിന് അവൻ രാഘവനുണ്ണിയുടെ മകനാണെന്നുള്ള സത്യം അഞ്ജലി അറിഞ്ഞ രണ്ടിലൊരാളുടെ കൊലപാതകമോ ആത്മഹത്യയോ ഉറപ്പാണ്. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ അമൃതകണമായി സഖി. താൻ എഴുന്നേറ്റോ? എങ്ങനെയുണ്ട് ഇപ്പോ? അല്ല ബൈ, ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പറയാം. താൻ ആദ്യം ഈ ചുക്കാപ്പി അങ്ങ് പിടിപ്പിക്കുക. ക്ഷീണത്തിന് ബെസ്റ്റാ. അല്ല, ഞാൻ ആ കുളത്തിന്റെ അവിടെ. ആ, ചുക്കാപ്പി വർക്കായി തുടങ്ങിയല്ലേ? നിന്റെ ഓർമ്മയൊക്കെ തിരികെ വന്ന് തുടങ്ങി. അല്ല, അവിടുത്തെ ഇഷ്യൂസ് അടിപിടിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഭായി എങ്ങനെ അവിടുന്ന് എന്നെ ഇവിടെ എത്തിച്ചു? ആ, അതാ ഇപ്പൊ നന്നായേ. എടാ, അർജുൻ ഒരു പ്രശ്നം വന്നാ പിന്നെ ഈ പാർത്ഥസാരഥിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നീ കുടിച്ച വെള്ളമൊക്കെ തുപ്പിക്കളഞ്ഞ് ക്ഷീണിച്ച് വീണ്ടും ബോധം കെട്ടു. പിന്നെ ആകെ ഒരു വഴിയേ ഉള്ളൂ, നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നീ ആ കാപ്പി കുടിക്കുക. ആ ഉള്ളൊക്കെ ഒന്ന് ചൂട് പിടിക്കട്ടെ. പിന്നെ നിന്നെ ആക്രമിക്കാൻ വന്നവരെ ഈ സിറ്റിയിലെ ബഡാ ടീംസാ. നൊട്ടോറിയസ് ക്രിമിനൽസ് അവരൊക്കെ. കൊമ്പൻ ജയനോ അങ്ങനെ എന്തൊക്കെയാ അവരുടെ പേര്. അത് അല്ല, നിന്നെ ഇല്ലാണ്ടാക്കാൻ മാത്രം ആർക്കാണ് നിന്നോട് ഇത്ര ശത്രുത? ഇനി നമ്മൾ അന്ന് കണ്ട അടിപിടി ഗോഗോവിളിയുടെ ബാക്കി വല്ലതുമാണോ? അറിയില്ല. ഏതായാലും ആരോ കൊടുത്ത കൊട്ടേഷനാ. അത് അവന്മാരെന്നെ നേരിട്ട് പറഞ്ഞു. ഒരു വക്കീല് കൊടുത്ത കൊട്ടേഷനാണെന്നാ പറഞ്ഞ. അല്ല, ആരാ നിനക്കിട്ട് ഇത്രയും പണിയാൻ വേണ്ടി ഇറങ്ങിയ ആ വക്കീല്? അറിയില്ല. പക്ഷേ അധികം വൈകാതെ ഞാൻ അവരറിയും. അവരെന്നെയും. ശരി ശരി, സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. എല്ലാം നന്നായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോകാൻ നോക്ക്. താങ്ക്സ്. ഇതാണ് ഭായിയുടെ വീട്. വീടാണോന്നൊക്കെ ചോദിച്ചാ ഞാൻ ഇതിനെ എൻ്റെ സങ്കേതം എന്നാ പറയുന്നേ. ഒരു താൽക്കാലിക സെറ്റപ്പ്, അത്രേ ഉള്ളൂ. അപ്പോ ഭായിയുടെ ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ? അതൊക്കെ ഒരു നീണ്ട കഥയാ. തൽക്കാലത്തേക്ക്
ആ ദേ ഈ ഇരിക്കുന്ന ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഏക കൂട്ട്. ഇതിൽ അടിക്കടി വന്ന് പാട്ട് പാടുന്ന ഗായകരൊക്കെ എൻ്റെ കൂട്ടുകാരാ. ഓ ആ എന്താ ഇത്രയൊക്കെ പോരെ ഒരു ടിപ്പിക്കൽ ബാച്ചിലർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്? മതിയെങ്കി മതി. നിങ്ങളൊരു പ്രത്യേക ക്യാരക്ടറാണ് ബൈ. ആ ഈ പരസ്പരം ചേരാൻ മടിക്കുന്ന പലതിനെയും ചേർത്ത് വെക്കുന്ന എന്തോ ഒരു മാജിക് അത് നിങ്ങളുടെ കയ്യിലുണ്ട്. എടാ ഈ മാജിക്കും മന്ത്രാതും ഒന്നുമില്ല. ആ, നമ്മളൊരു സാധാരണക്കാരൻ, അത്ര തന്നെ. ആ നീ ചെല്ലാൻ നോക്ക്. എനിക്കാണെങ്കിൽ കിടന്നുറങ്ങിയിട്ട് നാളെ നേരത്തെ പോയി ജിമ്മ് തുറക്കാനുള്ളതാ. ഓ ശരി ശരി, ഞാൻ പോവാം. ഉം. ആം, ആ, എന്താ എന്തു പറ്റി? ആ, അല്ല എന്റെ മൊബൈല് എന്റെ മൊബൈല് മിസ്സായെന്ന് തോന്നുന്നു. പോക്കറ്റിലിരുന്നതാ, വെള്ളത്തിൽ വീണപ്പോ പോയി കാണും. ഉം. ദാ, ഇതാണ് തന്റെ മൊബൈൽ. സംഗതി വെള്ളത്തിൽ കൊണ്ട് കുതിർന്നു പോയി. ഞാനേ ഈ അരിക്കുള്ളിൽ ചൂടാൻ വേണ്ടി വെച്ചതാ. ഓ ഇപ്പൊ റെഡിയായി കാണും. നീ ഇത് ഓൺ ചെയ്തോ? അല്ല ആ, ഈ മൊബൈല് അരിക്കുള്ളില്. ആ ഇതാണ് നനവ് മാറ്റാനുള്ള ഒരു ട്രിക്ക്. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ട് എത്ര ടെക്നിക്കുകളാ സോഷ്യൽ മീഡിയയിൽ ഉള്ളതെന്നറിയോ? ശ്ശോ, നീ അത് നോക്കി ഓക്കെ ആണോന്ന്? എന്റെ പൊന്നു ഭായ്, നിങ്ങളൊരു രക്ഷയില്ല കേട്ടോ. ആ മതി 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 മതി. നീയേ അത് ഓണാക്കി നോക്കി വർക്ക് ചെയ്യണ്ടോ എന്ന് നോക്കടാ. ഞാൻ അപ്പോഴേക്കും പോയി എനിക്ക് രാത്രി കഴിക്കാനുള്ള റാഗി പുട്ട് തള്ളി വെച്ചിട്ട് വരാം. പിന്നെയും ചേട്ടത്തിയാണല്ലോ. ഹലോ എടുത്തി. അർജുൻ, നീ ഇതെവിടെയാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ എടുത്തി? എന്നോട് മേലൂർ കുളത്തിൻകരയിൽ വരാനായിട്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ട് എടുത്തി ഇത് എവിടെ പോയി കിടക്കായിരുന്നു? അല്ല അത് പിന്നെ സോറി അർജുൻ, ഞാൻ അവിടെ എത്തിയപ്പോ ഒരല്പം ലേറ്റ് ആയിപ്പോയി. പിന്നെ അവിടെ ആരെയും കണ്ടതുമില്ല. ഞാൻ അപ്പൊ തന്നെ അർജുന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ. അന്നേരം സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞത്. അർജുൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഓ അതൊന്നും പറയാതിരിക്കുന്ന ഭേദം. ഏടത്തിയുടെ വാക്കും വിശ്വസിച്ച് അവിടെ എത്തി എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഏടത്തിക്ക് അറിയാവോ? ഇല്ലെങ്കിൽ ഞാൻ പറയാം, എടുത്തി കേട്ടോ. എന്റെ ഭാഗ്യത്തിന് ഒരു സുഹൃത്ത് തക്ക സമയത്ത് അവിടെ വന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ നീന്തൽ അറിയാത്ത ഞാൻ അവിടെ കിടന്ന് തീർന്നു പോയനെ. അയ്യോ എന്റെ അർജുനെ, എനിക്കിതൊക്കെ കേട്ടിട്ട് എന്നെ പേടിയാവുന്നു.
എന്റെ ഭാഗ്യത്തിന് ഒരു സുഹൃത്ത് തക്ക സമയത്ത് അവിടെ വന്ന് എന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിലേ നീന്തൽ അറിയാത്ത ഞാൻ അവിടെ കിടന്ന് തീർന്നു പോയനെ. അയ്യോ എന്റെ അർജുനെ, എനിക്കിതൊക്കെ കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. ശ്ശേ, എന്തൊരു അക്രമമാണെന്ന് നോക്ക്. അല്ല, നിന്നെ ഉപദ്രവിക്കാൻ ആരായിരിക്കും ഗുണ്ടകളെ പറഞ്ഞു വിട്ടെന്ന് നീ വിചാരിക്കുന്നത്? എന്നെ ഉപദ്രവിക്കാനല്ല, തീർത്ത് കെട്ടാൻ അവന്മാര് വന്നത്. കൊട്ടേഷനായിരുന്നു. അത് കൊടുത്തത് ഒരു വക്കീലാണെന്ന് അവന്മാര് പറഞ്ഞത്. അത് അധികം വൈകാതെ ഞാൻ കണ്ടുപിടിക്കും, അതുറപ്പാ. അതിപ്പോ പ്രത്യേകിച്ച് കണ്ടുപിടിക്കാൻ എന്താ ഉള്ളത്? സത്യം പറഞ്ഞ അത് ഈ അവസരത്തിൽ പറയുന്നത് ശരിയാണോന്നറിയില്ല. എന്നാലും എന്റെ ഉള്ളില് തോന്നുന്നൊരു കാര്യം ഞാൻ അർജുനോട് പറയട്ടെ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. പറ, എന്താ? നീ പറയുന്നത് പോലെ നിന്നെ തീർത്ത് കെട്ടാൻ ആളെ വിട്ടത് ഒരു വക്കീലാണെങ്കിൽ അത് മറ്റാരുമല്ല, നിന്റെ സ്വന്തം അച്ഛൻ അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയാണെന്ന് ഞാൻ പറയും. അച്ഛനോ? യെസ്, അച്ഛൻ തന്നെ. ഞാനിത് നേരത്തെ തന്നെ അർജുനോട് പറയേണ്ടതായിരുന്നു. സോറി. ഈ വൈകിയ വേളയിലെങ്കിലും ഇനി ഞാനതങ്ങ് പറഞ്ഞേക്കാം. തന്റെ ആജന്മ ശത്രുവായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടിയ അർജുൻ ഇനി ഈ ലോകത്തെ വേണ്ടാന്നങ്ങ് തീരുമാനിച്ചു. അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണിയും വിശ്വംഭരക്കുറുപ്പ് MP-യും ചേർന്ന അവരിക്കാര്യം സംസാരിക്കുന്നതേ ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതുമാണ്. എനിക്കിത് വിശ്വസിക്കാൻ വയ്യ. എഴുതി പറയുന്ന സത്യമാണോ? 100%. അതുകൊണ്ടാ അച്ഛനെ നേരിട്ട് കാണണമെന്ന് അർജുൻ പറഞ്ഞപ്പോ ഞാൻ വേണ്ട എന്ന് ഉപദേശിച്ചത്. ഞാനുമായി സംസാരിച്ച ശേഷം അച്ഛനെ കാണുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞതും. ഇക്കാര്യം അർജുനെ നേരിൽ കണ്ട് ധരിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നെ ഇല്ലാതാക്കാൻ എനിക്കിതങ്ങോട്ടും ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. പക്ഷെ സത്യത്തിന് നേരെ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ലല്ലോ അർജുൻ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ചെയ്യാൻ ഇനി ഒന്ന് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അഞ്ജലിയും കൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുക. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് ഞാൻ അർജുനെ അപ്ഡേറ്റ് ചെയ്യാം. അന്നേരം മതി നാട്ടിലോട്ട് മടങ്ങി വരുന്ന കാര്യം ചിന്തിക്കാൻ. ചെയ്യാൻ ഇനി ഒന്ന് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അഞ്ജലിയും കൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറുക. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് ഞാൻ അർജുനെ അപ്ഡേറ്റ് ചെയ്യാം. അന്നേരം മതി നാട്ടിലോട്ട് മടങ്ങി വരുന്ന കാര്യം ചിന്തിക്കാൻ. ഞാനീ പറയുന്നത് അർജുനെ കുറിച്ച് മാത്രം ഓർത്തിട്ടല്ല, അഞ്ജലിയെ കുറിച്ച് ഓർത്തിട്ട് കൂടിയാ. എന്തൊക്കെ പറഞ്ഞാലും അഞ്ജലി എന്റെ അനുജത്തി തന്നെ അല്ലേ? ആക്ച്വലി അവളാണ് ശത്രുക്കളുടെ പ്രൈമറി ടാർഗറ്റ്. അതുകൊണ്ട് അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അർജുൻ ഞാൻ പറയുന്നത് കേൾക്കണം, കേട്ടേ പറ്റൂ. തന്റെ കൊമ്പൻ ചെയ്യന്റെ കൊമ്പൊക്കെ ഒടിച്ചിട്ടാ അർജുൻ രക്ഷപ്പെട്ടത്. കൃത്യസമയത്ത് അവനെ സഹായിക്കാൻ ഏതോ ഒരു ഫ്രണ്ടും എത്തിയെന്ന് എനിക്കും തോന്നി.
അപ്പോൾ അതാണ് ജയനും ഗ്യാങ്ങും എന്നെ പിന്നെ വിളിക്കാഞ്ഞത്. നമ്മുടെ കണക്കൂട്ടിൽ ആകെ തെറ്റിപ്പോയി. നമ്മുടെ അല്ല, നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ. തനിക്ക് എവിടുന്ന് കിട്ടിയടോ ഈ ഒന്നിനും കൊള്ളാത്ത ക്രിമിനൽ വേസ്റ്റുകളെ? സോറി, ജയൻ അങ്ങനെ ഒരു അടി പറ്റുന്നതല്ല. അത് പിന്നെ അർജുനെ രക്ഷിക്കാനായിട്ട് ആരും ഇടക്കേറി വന്നെന്ന് പറഞ്ഞില്ലേ, അതായിരിക്കും ചിലപ്പോ. അർജുനെ തീർക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിട്ടതേ എന്തിനും പോന്ന 4 പക്കാ ക്രിമിനൽസിനെ. അവിടെ ഒരുത്തൻ ഒറ്റയ്ക്ക് വന്നു നിന്ന അവന്മാരെല്ലാം ഇടിച്ച് നിരപ്പാക്കിയിട്ട് അർജുനെ രക്ഷിച്ചോണ്ട് പോയത്. അതുകൊണ്ട് താൻ പറഞ്ഞു വിട്ട ഈ കൊമ്പന്മാരുടെ കേമത്തൊന്നും ഇനി വിളമ്പാൻ നിൽക്കണ്ട. എന്തോ ഒരു ഭാഗ്യത്തിന് അർജുനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞ ആ വക്കീല് രാഘവനുണ്ണിയാണെന്ന് അന്നേരം എനിക്ക് പറയാൻ തോന്നിയത്. അത് അർജുൻ വിശ്വസിച്ചാൽ നമ്മൾ രണ്ടാളുടെയും ഭാഗ്യം. ഇല്ലെങ്കിൽ പണി പാഴ്സലായിട്ട് ഇങ്ങ് വീട്ടിൽ വരുമെന്ന് ഉറപ്പാ. ഏതായാലും ഇക്കാര്യത്തിൽ തന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിച്ച എന്നെ പറഞ്ഞാ മതി. അത് കളിക്ക്. നിങ്ങളുടെ മോക്ക് വേണ്ടി കണ്ടുവച്ചില്ലേ അർജുൻ? അവൻ നിങ്ങളുടെ ശത്രു അഡ്വക്കേറ്റ് അഞ്ജലിയുമായി മുടിഞ്ഞ പ്രേമത്തിലാ. ഇവിടെ ഈ നിമിഷം നമ്മൾ പിരിയുക. തുടർന്ന് അങ്ങോട്ട് എനിക്ക് എന്റെ വഴി, രാജീവിന് രാജീവിന്റെ വഴി. അതാ എന്റെ തീരുമാനം.